പക്ഷെ അന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു അത് പേരിനൊപ്പം പത്മശ്രീ ആയാലും പത്മഭൂഷൺ ആയാലും പത്മവിഭൂഷൺ ആയാലും പേരിനൊപ്പം ചേർത്ത് ഉപയോഗിക്കേണ്ട ഒന്നല്ല, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനും മുകളിലേക്ക് കടന്ന് MD തുടങ്ങിയ ഗവേഷണ കോഴ്സുകൾ ഒക്കെ കടന്ന് അവരെയാണ് ശരിക്കും നമ്മൾ ഡോക്ടർ എന്ന് വിളിക്കുന്നത്. സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കുന്നതിന് ഭരണഘടനാപരമായ വിലക്കുണ്ട്. അനുച്ഛേദം 18 അനുസരിച്ച് സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുന്നതിനും തടസ്സമുണ്ട്. അത്തരം പേരുകൾ പേരിനൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നതിനും തടസ്സമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് രാജാവ് സർ തുടങ്ങിയ സ്ഥാനപ്പേരുകൾ ഇന്ത്യക്കാർക്ക് നൽകുമായിരുന്നു. ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ ജാലിയൻവാല ബാഗിലെ അത്യാചാരങ്ങളിൽ പ്രതിഷേധിച്ച് ആ സർ പദവി ഉപേക്ഷിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഭാരതത്തിൽ അത്തരത്തിലുള്ള പദവികൾ നൽകാറില്ല. എല്ലാവരും സമന്മാർ, ഈക്വാളിറ്റി, ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലരുടെ മഹിമയെ വിളിച്ചോതുന്ന സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രം നൽകുന്ന ബഹുമതിയാണ് ഈ പത്മ പുരസ്കാരങ്ങൾ. പത്മശ്രീ മുതൽ പത്മവിഭൂഷൺ വരെയുള്ള ബഹുമതികളുണ്ട്. അത് അനുച്ഛേദം 18 വിലക്കിൽ ഉൾപ്പെടുമോ എന്ന സംശയം വന്നപ്പോൾ മൊറാർജി ദേശായിയുടെ ഭരണകാലത്ത് പത്മ ബഹുമതികൾ നൽകുന്ന രീതി നിർത്തിവെച്ചു. പിന്നീട് സുപ്രീം കോടതിയുടെ വിശദീകരണം ഉണ്ടായത് അതിന് ഈ അനുച്ഛേദം 18 തടസ്സമല്ല എന്നാണ്. പക്ഷെ അന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു അത് പേരിനൊപ്പം പത്മശ്രീ ആയാലും പത്മഭൂഷൺ ആയാലും പത്മവിഭൂഷൺ ആയാലും പേരിനൊപ്പം ചേർത്ത് ഉപയോഗിക്കേണ്ട ഒന്നല്ല, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ആരും വകവെച്ച് കാണുന്നില്ല. രാഷ്ട്രം എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇത്തരം പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. അത് രാഷ്ട്രപതി നൽകുന്ന ഒരു ബഹുമതിയാണ്. അത് പേരിനൊപ്പം ചേർത്ത് തന്നെ എല്ലാവരും, പ്രത്യേകിച്ച് സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുമുണ്ട്. നമുക്ക് അനുവദനീയമായിട്ടുള്ളത് അക്കാദമികമായ അല്ലെങ്കിൽ സൈനികമായ ബഹുമതികൾ മാത്രമാണ്. സൈനിക ബഹുമതികൾ പേരിനൊപ്പം ചേർത്ത് പറയാം, അതവരുടെ റാങ്ക് ചേർത്ത് പറയാം. അതുപോലെ അക്കാദമികം എന്ന് പറയുമ്പോൾ ഡോക്ടറേറ്റ്, യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഡോക്ടറേറ്റ് ഗവേഷണ പ്രവർത്തനത്തിന്, ആ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി സമർപ്പിക്കുന്ന പ്രബന്ധത്തിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന ഒരു ബഹുമതിയാണ്. അത് പേരിനൊപ്പം ചേർക്കാം. മറ്റൊരു കൂട്ടർ ഈ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർക്കുന്നത് ചികിത്സാ രംഗത്തുള്ളവരാണ്. ചികിത്സിക്കുന്നവരെ നമ്മൾ ഡോക്ടർ എന്ന് പരാമർശിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, ഒരു സൗകര്യത്തിന് വേണ്ടി. അതും ഈ ആധുനിക മെഡിസിൻ, അലോപ്പതി മെഡിസിനൊക്കെ വന്നതിന് ശേഷം ഉള്ള അവരെ അങ്ങനെ വിളിക്കുന്നു, ഡോക്ടർ എന്നല്ല ഒരു ബഹുമതി പോലെ തന്നെ നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും അവർക്ക് എല്ലാവർക്കും അതിനുള്ള യോഗ്യത ഇല്ല എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് MBBS പാസ്സായ ഒരു ആളെ അയാളെ ചിലപ്പോൾ ഡോക്ടർ എന്ന് വിളിച്ചു എന്ന് വരാം. പക്ഷേ അത് ആ മെഡിക്കൽ ബിരുദ ശ്രേണിയിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ബിരുദമാണ്, ഒരു പ്രാഥമിക ബിരുദമാണ്. MBBS എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിലർ ബിരുദം മാത്രമാണ്. അതിനും മുകളിലേക്ക് കടന്ന് MD തുടങ്ങിയ ഗവേഷണ കോഴ്സുകൾ ഒക്കെ കടന്ന് അവരെയാണ് ശരിക്കും നമ്മൾ ഡോക്ടർ എന്ന് വിളിക്കുന്നത്. മറ്റു രീതിയിൽ യൂണിവേഴ്സിറ്റി നൽകുന്ന ഈ ഡോക്ടറേറ്റ്, അത് ഡോക്ടർ ഓഫ് ഫിലോസഫി, അതിൻ്റെ ചുരുക്കപ്പേരാണ് ഈ PhD. ആ PhD ലഭിക്കുന്നവർക്കാണ് ശരിക്ക് ഡോക്ടർ എന്ന് പേരിനൊപ്പം വയ്ക്കാവുന്നത്. പക്ഷെ ഇതെപ്പോഴും ഒരു തർക്ക വിഷയമാണ്. PhD ഇല്ലാത്തവർ ഡോക്ടർ എന്ന പേരിനൊപ്പം വയ്ക്കരുത് എന്ന് പറഞ്ഞ് പണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു. അതൊക്കെ കോടതി അങ്ങനെ അവസാനിപ്പിച്ചു. ഇപ്പോഴിതാ വീണ്ടും ഹൈക്കോടതിയിൽ ജസ്റ്റിസ് അരുൺ, അദ്ദേഹം പിരിയുന്നതിന് മുമ്പായി ഒരു കേസിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. പാരാമെഡിക്കൽ സർവീസിൽ ഈ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, അവർക്കും പേരിനൊപ്പം ഡോക്ടർ എന്ന് വയ്ക്കാം എന്നാണ് ജസ്റ്റിസ് അരുൺ അവസാനമായി നൽകിയ വിധി. അത് എത്രമാത്രം ശരിയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് അക്കാര്യത്തിൽ സംശയങ്ങളുണ്ട്, പ്രതിഷേധവുമുണ്ട്. അവർക്ക് ആ വിധിക്കെതിരെ അപ്പീൽ പോകും എന്ന് വാർത്തയും കണ്ടു. നമ്മളങ്ങനെ എല്ലാവരെയും ആർക്കും
ചികിത്സ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ആയുർവേദ വൈദ്യം ഉൾപ്പെടെ ഹോമിയോ ആയാലും ഏത് രീതിയിലായാലും ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഡോക്ടർ എന്ന പേരിനൊപ്പം ചേർക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതിലെന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഡോക്ടർ എന്ന് നമ്മൾ ഒരാളെ വിളിക്കുന്നത് അയാൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ രംഗത്ത് അയാൾക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകുമ്പോഴാണ്. അയാളുടെ അറിവിനെ, അയാളുടെ പാണ്ഡിത്യത്തെ, അയാളുടെ കഴിവുകൾക്കുള്ള അംഗീകാരം, അതാണ് ഡോക്ടർ എന്ന ഒരു പ്രിഫിക്സ് നൽകുമ്പോൾ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാര്യം. നമുക്ക് സാഹിത്യ ലോകത്ത് വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ സാമുവൽ ജോൺസൺ, ഇംഗ്ലണ്ടിൽ. സാമുവൽ ജോൺസൺ ചുരുക്കത്തിൽ അറിയപ്പെടുന്നത് ഡോക്ടർ ജോൺസൺ എന്നാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ലണ്ടനിലെ കാപ്പി ക്ലബ്ബ് സംവാദങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പം അങ്ങനെ ഉള്ളവരെ ആദരിക്കുക, അവർക്കൊരു അംഗീകാരം നൽകുക, അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ചില ബഹുമതികൾ നൽകുക, അതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്. ഭരണഘടന തന്നെ ഒരു ഇന്ത്യൻ പൗരന് അവന് ഒരു ടൈറ്റിലും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അക്കാഡമിക് അല്ലെങ്കിൽ സൈനികം ആയ അതിന് അപ്പുറം ഒരു ടൈറ്റിലും അവർക്ക് സ്വീകരിച്ചുകൂടാ. വിദേശ രാജ്യം നൽകുന്ന ഒരു ബഹുമതി അല്ലെങ്കിൽ ടൈറ്റിൽ പോലും അവർക്ക് സ്വീകരിക്കാൻ അനുവാദമില്ല, നമുക്ക് സ്വീകരിക്കാൻ അനുവാദമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്ന ഒരു ഭരണഘടനാ വ്യവസ്ഥയും ഇത് തന്നെയായിരിക്കും. കാരണം എല്ലാവരും എവിടെ നിന്നൊക്കെയോ ആര് എന്തു കൊടുത്താലും വാങ്ങുന്നു, അതൊക്കെ അവരുടെ പേരിനൊപ്പം ചേർത്ത് പറയുന്നു. നമ്മുടെ നാട്ടിൽ പണം കൊടുത്താൽ, പണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നല്ല സ്വാധീനമുള്ളവർക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡോക്ടറേറ്റ്, ഓണററി ഡോക്ടറേറ്റ്, അവർ ഏതെങ്കിലും വിഷയത്തിൽ ഗവേഷണം നടത്തി പ്രബന്ധം സമർപ്പിച്ച് നേടുന്ന ബഹുമതിക്ക് പുറമെ അതല്ല അവർ വാങ്ങുന്നത്, അവർക്ക് ഓണററി ബിരുദമാണ്. തമിഴ്നാട്ടിൽ MGRനും ജയലളിതയ്ക്കും എല്ലാം ഓരോ യൂണിവേഴ്സിറ്റികൾ ഈ ഓണററി ബിരുദം നൽകി അവരെല്ലാം ഡോക്ടർമാരാക്കുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ അത് അത്ര അധികം കാണുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വിദ്യാഭ്യാസ രംഗത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർഗാത്മകമായ മേഖലയിലോ നന്നായി പ്രവർത്തിക്കുന്ന, മികവ് കാണിക്കുന്നവർക്ക് നൽകുന്ന ബഹുമതി അത് സാർവജനീനമായി ആർക്കും എടുത്തുപയോഗിക്കാവുന്ന ഒന്നായി, തരം താഴ്ത്തുന്ന ഒന്നായി പോയി കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് VG അരുൺ നൽകിയ PhDയെ സംബന്ധിച്ച അല്ലെങ്കിൽ ഡോക്ടർ എന്ന വിളിപ്പേരിനെ സംബന്ധിച്ച ഈ വിധി. തീർച്ചയായും മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർമാരുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ അന്തസ്സ് ഉയർത്തുക, നിലവാരം പരിപാലിക്കുക, അതിനൊക്കെ നിയുക്തമായ സംഘടന എന്ന നിലയിൽ ഈ വിഷയത്തിൽ അപ്പീൽ നൽകിക്കൊണ്ട് കൂടുതൽ വ്യക്തത കൈവരിക്കും എന്ന് നമുക്ക് കരുതാം.